ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദന വരിക, തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നത് പോലെ തോന്നുക, ഇങ്ങനെ ചെയ്ത് തൊണ്ട എപ്പോഴും ക്ലിയർ ചെയ്യുക, രാത്രി കിടക്കുന്ന സമയത്ത് ചുമച്ചുകൊണ്ട് എണീക്കേണ്ടി വരിക, ഇതൊക്കെ ലരിങ്കോഫെറിഞ്ചൽ റിഫ്ലക്സ് അഥവാ വയറിലെ ആസിഡ് നമ്മുടെ തൊണ്ടയിലേക്ക് തികട്ടി വരുന്നതിൻ്റെ അടയാളങ്ങളാണ്. ഈ ഒരു അസുഖം എന്തുകൊണ്ടുണ്ടാവുന്നു, എങ്ങനെ ഇതിന് പരിഹാരം കണ്ടെത്താം, ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പ്രബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ലരിങ്കോഫെറിഞ്ചൽ റിഫ്ലക്സ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈസോഫാഗസിനെയും ഈസോഫാഗസിൽ നിന്ന് ആമാശയത്തിലേക്ക് എത്തുന്ന ഒരു റബ്ബർ ബാൻഡ് പോലത്തെ വാതിലുകളും സങ്കല്പിക്കേണ്ടി വരും. അപ്പോൾ ഇതിനായിട്ടാണ് രണ്ടറ്റവും തുറക്കാൻ സാധിക്കുന്ന ഒരു ബോട്ടിൽ ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ മുകളിലുള്ള ഡോറ് ഒന്ന് തുറക്കുന്നുവെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇത് സത്യത്തിൽ ഒരു റബ്ബർ ബാൻഡ് പോലത്തെ ഇലാസ്റ്റിക് സ്ഫിങ്ക്റ്റർ ആണ്. അതിന് പകരമാണ് ഞാൻ ഈ ബോട്ടിലും അടപ്പും ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വായ തുറന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ ഭക്ഷണം താഴോട്ടിറങ്ങി അന്നനാളത്തിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം താഴോട്ട് ചെറിയ പീസുകളായി അന്നനാളത്തിലൂടെ ലോവർ ഈസോഫാജൽ സ്ഫിങ്ക്റ്റർ, അതായത് ഈസോഫാഗസിന്റെ താഴത്തെ സ്ഫിങ്ക്റ്ററിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ഭക്ഷണവും വെള്ളവും ഒക്കെ താഴോട്ട് പോകുമ്പോൾ തന്നെ മുകളിലത്തെ സ്ഫിങ്ക്റ്റർ അടയുന്നു. ഇതാണ് നോർമലി നടക്കുന്ന ഒരു പ്രക്രിയ. അത് കഴിഞ്ഞ് ഈ ലോവർ ഈസോഫാജൽ സ്ഫിങ്ക്റ്റർ ലൂസ് ആവും, അതായത് ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഭക്ഷണമൊക്കെ നമ്മുടെ ആമാശയം സ്റ്റൊമക്കിലേക്ക് പോകുന്നു. എന്നാൽ ലരിങ്കോഫെറിഞ്ചൽ റിഫ്ലക്സ് എന്ന ഈ ഒരു പ്രശ്നത്തിൽ സംഭവിക്കുന്നത് ഈ ഡോറ് പൂർണ്ണമായിട്ടും അടയുന്നതിന് പകരം കുറച്ച് ലൂസായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള ഗ്യാസ്ട്രിക് ആസിഡും എൻസൈംസും ഒക്കെ മേളിലോട്ട് തികട്ടി വരുന്നു. അപ്പോൾ ഈ ഡോറിൻ്റെ ഉള്ളിൽ കൂടി ഇത് മുകളിലത്തെ ഡോറ് വരെ എത്തി നിൽക്കുന്നു. എന്നാൽ ചില അവസരങ്ങളിലും ഈ ഒരു സ്ഫിങ്ക്റ്റർ വീണ്ടും ലൂസ് ആവുകയാണ്. പലപ്പോഴും ഇതിനുള്ള കാരണം നമ്മുടെ വായ എപ്പോഴും ഭക്ഷണം കഴിക്കാനായിട്ട് അത് ആരോഗ്യകരമായിട്ടുള്ളതിനേക്കാൾ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വായ എന്ന ഡോർ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോഴാണ് ഈ ലരിങ്കോഫെറിഞ്ചൽ റിഫ്ലക്സ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അപ്പോൾ മുകളിലത്തെ സ്ഫിങ്ക്റ്ററും ലാക്സായി, അപ്പോൾ ഈ ആസിഡും എൻസൈംസും ഒക്കെ നമ്മുടെ തൊണ്ടയുടെ ബാക്കിൽ പോയിട്ട് വീഴുകയാണ്. ഇതൊക്കെയാണ് ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒന്നുകൂടെ പറയാം. തൊണ്ടയുടെ പിന്നിൽ എന്തോ ഇരിക്കുന്നത് പോലെ തോന്നുക, എപ്പോഴും ഇങ്ങനെ ക്ലിയർ ചെയ്യേണ്ടി വരിക, ഇടയ്ക്കിടെ തൊണ്ടവേദന വരിക. എന്നാൽ ഈ സമയത്ത് നമുക്ക് ജലദോഷവും പനിയൊന്നും ഉണ്ടാവില്ല, കൂടെ തൊണ്ടവേദന വരും. ഇതോടൊപ്പം തന്നെ കിടന്നുറങ്ങുന്ന സമയത്ത് വെളുപ്പിന് ഒരു 2-3 മണിയാകുമ്പോഴേക്കും ചുമച്ചുകൊണ്ട് എണീക്കേണ്ടി വരിക. പിന്നെ എപ്പോഴും ചില ആളുകൾക്ക് ഇത് കാരണം ചെവിവേദന അനുഭവപ്പെടാം, ശബ്ദ വ്യത്യാസം. ഇതൊക്കെ ലരിങ്കോഫെറിഞ്ചൽ റിഫ്ലക്സിന്റെ രോഗലക്ഷണങ്ങളാണ്. ഇതിനെ നമുക്ക് എങ്ങനെ ചികിത്സിക്കാം? 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലും വരുത്തേണ്ട മാറ്റങ്ങൾ, പിന്നെ ജീവിതശൈലി ക്രമീകരണങ്ങൾ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ ലോവർ ഈസോഫാജൽ സ്ഫിങ്ക്റ്ററിനെ നമുക്കൊന്ന് ടൈറ്റ് ആക്കാൻ സാധിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറും. അപ്പോൾ ലോവർ ഈസോഫാജൽ സ്ഫിങ്ക്റ്റർ ലൂസ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് പുകവലി ശീലമുള്ളവരും മദ്യപാനികളിലൊക്കെ ഈ ലോവർ ഈസോഫാജൽ സ്ഫിങ്ക്റ്ററിന്റെ മസിൽസ് ലൂസ് ആവും. അപ്പോൾ ഈ ശീലങ്ങൾ നിർത്തുക എന്നുള്ളതാണ് ഇതിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അതുപോലെ തന്നെ ഒരുപാട് ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നവരിൽ ശരീരത്തിൽ കഫീൻ്റെ അളവ് കൂടും. ഇതും ലോവർ ഈസോഫാജൽ സ്ഫിങ്ക്റ്ററിനെ ലൂസ് ആക്കും. അപ്പോൾ ഈ റബ്ബർ ബാൻഡിനെ ടൈറ്റ് ആക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പുകവലി ശീലമുള്ളവർ അത് നിർത്തുക, മദ്യപാനികളാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക, അതുപോലെ ഒരുപാട് കാപ്പിയും ചായയും ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ അതും നിർത്തലാക്കുക, അല്ലെങ്കിൽ കുറയ്ക്കുകയെങ്കിലും ചെയ്യുക. പിന്നെ ഉള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആഹാരം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അമിതമായിട്ട് വളരെ എരിവുള്ളതും ചൂടുള്ളതുമായിട്ടുള്ള ഭക്ഷണപാനീയങ്ങൾ, അതുപോലെ തന്നെ തക്കാളി, ചോക്ലേറ്റ്, ഇവയൊക്കെ ആസിഡ് റിഫ്ലക്സ് കൂട്ടുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതും കഴിയുന്നതും കുറയ്ക്കാൻ ശ്രമിക്കുക. നമ്മുടെ ലോവർ ഈസോഫാജൽ സ്ഫിങ്ക്റ്റർ ലൂസ് ആവാനുള്ള മറ്റൊരു കാരണം വയറിലുള്ള ബെല്ലി ഫാറ്റാണ്. അപ്പോൾ വയറിന് ചുറ്റും കൊഴുപ്പടിഞ്ഞാൽ ഇത് വേഗം മുകളിലോട്ട് തികട്ടി വരും. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഞാൻ ആദ്യത്തെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ നമ്മുടെ വായ പുറം ലോകത്തേക്ക് ഒരുപാട് തുറന്നു വെക്കുന്നതിന് പകരം വളരെ സെൻസിബിൾ ആയിട്ട് ആഹാരം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തനിയെ വെയിറ്റ് കുറയാൻ തുടങ്ങും. കുറഞ്ഞ അളവിൽ ഇടയ്ക്കിടെ കഴിക്കുക എന്നുള്ളതാണ് ഇതിനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക.
ഒരു 25 കിലോഗ്രാം ഭാരമുള്ള ആൾക്ക് 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ കുടിച്ചാൽ ഈ അളവും കൃത്യമാവും. അപ്പോൾ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവിൽ ഇടയ്ക്കിടെ കഴിക്കുക എന്നൊരു ഭക്ഷണശീലവും നമുക്ക് കൊണ്ടുവരാം. പിന്നെയുള്ളത് രാത്രിയിലത്തെ ഡിന്നർ കഴിക്കുന്ന സമയമാണ്. 7 മണിക്ക് നമുക്ക് ആഹാരം കഴിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മണിക്കൂറിന് ശേഷം ഫ്ലാറ്റ് ആയിട്ട് കിടക്കാം. അപ്പോൾ മുകളിലേക്ക് തികട്ടി വരാനുള്ള സാധ്യത നന്നേ കുറവായിരിക്കും. ഒഴിവാക്കേണ്ട ഭക്ഷണം പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങളും. വയറിനകത്തെ നല്ല ബാക്ടീരിയകളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തൈരും യോഗേർട്ടും പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാം. അതുപോലെ തന്നെ വാട്ടർമെലനും കുക്കുംബറും ഈ ഒരു പ്രശ്നത്തിന് നല്ല ഒരു പരിഹാരം തരുന്ന ഒരു ഫുഡാണ്. വയറ് നിറയുകയും ചെയ്യും, എന്നാൽ ഫൈബർ കണ്ടന്റ് കൂടുതലുമുണ്ട്. അതുപോലെ തന്നെ മുഴുവനായിട്ടുള്ള ധാന്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ഫൈബർ കണ്ടന്റ് കൂട്ടും. ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യാം. മുകളിലേക്ക് ഭക്ഷണം തികട്ടി വരാതിരിക്കാൻ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഹെവി ആയിട്ടുള്ള എക്സസൈസുകൾ, പ്രത്യേകിച്ചും കുനിഞ്ഞും നിവർന്നും ചെയ്തുകൊണ്ട് വരുന്ന എക്സസൈസുകൾ ചെയ്യാതിരിക്കുക. വളരെ ടൈറ്റ് ആയിട്ടുള്ള വയറിന്റെ ഭാഗത്ത് നല്ലവണ്ണം അമർത്തി പിടിക്കുന്ന ടൈറ്റ് ക്ലോത്ത്സ് ധരിക്കാതിരിക്കുക. പിന്നെ എല്ലാത്തിനും പറയാറുള്ളത് പോലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള വഴികളും കണ്ടുപിടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വരുത്തേണ്ട ജീവിതശൈലി മാറ്റങ്ങൾ. പിന്നെ കഴിയുന്നതും കിടക്കുമ്പോൾ തലയുടെ ഭാഗം ഒന്ന് കുറച്ച് ഒരു 45 ഡിഗ്രി ഉയർത്തി വെക്കാം. അപ്പോൾ ഗ്രാവിറ്റിയുടെ ആക്ഷൻ കൊണ്ട് ഈ പുളിച്ചു തികട്ടി വരുന്ന വെള്ളം തൊണ്ടയിലേക്ക് എത്തില്ല. ഇതാണ് ഒരു അടുത്ത സ്റ്റെപ്പായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ലെറിംഗോഫെറിഞ്ചൽ റിഫ്ലക്സ് എന്ന ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പരിഹാരം കണ്ടെത്താം. ലെറിംഗോഫെറിഞ്ചൽ റിഫ്ലക്സിന്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ചില മരുന്നുകളെ കൂടി ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. വേദന കുറയാനായിട്ടും മറ്റും നമ്മൾ കഴിക്കുന്ന NSAIDs, ഐബുപ്രൊഫൻ തുടങ്ങിയ ചില മരുന്നുകളൊക്കെ ആസിഡ് റിഫ്ലക്സിന്റെ പ്രശ്നങ്ങൾ കൂട്ടുന്നവയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ ഒരുപാട് കഴിക്കുന്നത് അനാവശ്യമായിട്ടാണെങ്കിൽ അതൊന്ന് നിർത്തിവെക്കാനും ശ്രദ്ധിക്കണം. എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്? ഇത്തരം രോഗലക്ഷണങ്ങൾ ഒരു 6 ആഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുന്നുണ്ട്. ഇത് കാരണം ശബ്ദത്തിന് വ്യത്യാസമുണ്ട്, തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നത് പോലെയുള്ള തോന്നൽ, അതുപോലെ തന്നെ തടി മെലിയുന്നു, പിന്നെ ചെവി വേദന തുടരെ വരുന്നു, തടി മെലിയുന്നതോടൊപ്പം വയറ്റിൽ നിന്ന് ലൂസായിട്ട് പോവുക, വയറ്റിൽ നിന്ന് പോകുന്ന മലത്തിന് കളർ വ്യത്യാസം വരിക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു ഡോക്ടറെ നിർബന്ധമായും കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ലെറിംഗോഫെറിഞ്ചൽ റിഫ്ലക്സ് എന്തുകൊണ്ടുണ്ടാവുന്നു, ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെ ചെയ്താൽ നമുക്കിതിന് പരിഹാരം കണ്ടെത്താം എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കി. ഈ ഒരു അസുഖം ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് കഴിയുന്നതും ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണം.